ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുറേ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിലെ ഏറ്റവും ഒരു പരീക്ഷണ ഘട്ടമാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ മാധ്യമപ്രവർത്തകർ, നാലാം തൂണുകാർ എന്നീ സമൂഹത്തിൽ പറയുന്നവർ പുലർത്തേണ്ട ചില നീതികളുണ്ട്. ആ നീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഴിമതിയെ വിഴുങ്ങലോ അല്ലെങ്കിൽ ശരിയല്ലായ്മയെ വിമർശിക്കാതിരിക്കലോ ഒന്നുമല്ല. മറിച്ച് ഇരയാക്കപ്പെടുന്നവർക്കോ വേട്ടയാടപ്പെടുന്നവർക്കും അവർക്ക് പിന്നിലുള്ളവർക്കുമൊക്കെ കാട്ടുനീതി എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു നീതിയെങ്കിലും നൽകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ പ്രിൻ്റ് മീഡിയകളിൽ കണ്ടാൽ, നോക്കിയാൽ തിരഞ്ഞെടുപ്പാകുമ്പോൾ അവലോകനങ്ങൾ വരും, സ്ഥാനാർത്ഥി പര്യടനങ്ങൾ വരും, സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വരും. എത്ര മനോഹരമായിട്ടാണ് അവർ എഴുതുന്നത്. 2 സ്ഥാനാർത്ഥിയെക്കുറിച്ചും എഴുതും, 2 സ്ഥാനാർത്ഥികൾക്കുമുള്ള മേൽക്കൈകൾ എഴുതും, 2 സ്ഥാനാർത്ഥികൾക്കുമുള്ള വെല്ലുവിളികൾ എഴുതും. അത് വായിക്കുന്നവർക്ക് ആർക്ക് വായിച്ചാലും അതിൽ ഓരോ സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഒരു വ്യക്തത വരും. അതൊരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ അപ്പുറത്തുള്ള അനാലിസിസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അത് വായിക്കുന്നവൻ്റെ ഒരു അവകാശമാണ്. അവനാണ് അത് വെച്ച് അനലൈസ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി പെയ്ഡായും അല്ലാതെയും മുൻവിധികളോടെ വൈരാഗ്യബുദ്ധിയോടെ തങ്ങൾ പറയുന്നത് തന്നെ ആയിരിക്കണം എല്ലാ മനുഷ്യരുടെയും നവദ്വാരങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിക്കേണ്ടതെന്ന വാശിയിൽ നടത്തിയ ഒരു മാധ്യമ വേട്ടയുടെ കാലം കൂടിയായിരുന്നു ഈ ഇലക്ഷൻ കാലഘട്ടം. നോക്കൂ, 2 പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്, 2 പാർട്ടികൾക്ക് മുന്നിലും വെല്ലുവിളിയുണ്ട്, 2 പാർട്ടിയുടെ മുന്നിലും വിവാദങ്ങളുണ്ട്. LDF മുന്നണി ഈ 9.5 വർഷമായതിൻ്റെ ആൻറ്റി ഇൻക്യുംബൻസി ഉണ്ട്. LDF മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തകർ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ജയിലിലാണ്. അതിൻ്റെ വെല്ലുവിളി അവരുടെ മുന്നിലുണ്ട്. അവരുടെ മുന്നിൽ ആക്ഷേപങ്ങളുണ്ട്, അവരുടെ മുന്നിൽ പല പ്രതിസന്ധികളുമുണ്ട്. അതോടൊപ്പം തന്നെ അവർ പെൻഷൻ കൂട്ടിയത് അടക്കമുള്ള ദേശീയപാത അടക്കമുള്ള മറ്റു പല പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. UDFകാരുടെ മുന്നിലോ അവർക്ക് മുന്നിലും വെല്ലുവിളികളുണ്ട്. ആ സമയത്ത് ഉയർന്നു വന്ന യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ പാർട്ടിയിലെ മറ്റു പല പ്രശ്നങ്ങൾ അടക്കമുള്ളവയൊക്കെയുണ്ട്. എന്നാൽ അവരുടെ മുന്നിൽ പോസിറ്റീവായ ഘടകങ്ങളുമുണ്ട്. അവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ വർഗീയ വിഷം ചീറ്റുന്ന ധ്രുവീകരണത്തിന് അവർ ശ്രമിച്ചില്ല. അവർ പറഞ്ഞത് മുഴുവൻ ഈ പറഞ്ഞ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വാചകങ്ങളായിരുന്നു. അവർ വെള്ളാപ്പള്ളിയെപ്പോലെ ഒരാളിനെ പ്രൊമോട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധപ്പെടുത്തി തോളിലേറ്റ് നടന്നില്ല. പക്ഷെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആ സന്ദർഭങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLAയുടെ വിഷയത്തെ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടും അയാൾക്കെതിരെ നടപടിയെടുത്തിട്ടും കേരളം മറ്റൊന്നും ചർച്ച ചെയ്യരുതെന്ന വാശിയോടെ ഈ ദൃശ്യമാധ്യമങ്ങൾ മുഴുവനായി നടത്തിയ ഒരു ആക്രമണത്തെ കൂടിയാണ് ജനങ്ങൾ അതിജീവിച്ചത്. പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിക്കൊന്നും അതിജീവിക്കാനുള്ള കരുത്തില്ല അതിന്. എല്ലാവരും സന്ധ്യാ ചർച്ചകളിൽ ആളുകളങ്ങ് പൊറുതിമുട്ടി, ഇതല്ലാതെ വേറൊരു വിഷയമില്ലേ എന്ന് ചോദിച്ച്. ആരാണ് വലിയ ക്വാളിറ്റിയും തത്വവും അവകാശപ്പെടുന്ന മലയാള മനോരമ മുതൽ, അവരാണ് കുറച്ച് ഡിഗ്രി അതിനകത്തൊരു വ്യത്യാസപ്പെടുത്തിയത്. നമ്മുടെ ജനൻ TVയും കൈരളി ന്യൂസും ഒക്കെ നടത്തിയാൽ നമുക്ക് പറയാം, കാരണം അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയാൽ നയിക്കപ്പെടുന്ന ചാനലുകളാണ്. എന്നാൽ ധാർമ്മികതയുടെ മേൽമൂടി അണിഞ്ഞ മീഡിയ വൺ അടക്കമുള്ളവർ, വലിയ കാലത്തിൻ്റെ പാരമ്പര്യമെടുത്ത മാതൃഭൂമി അടക്കമുള്ളവർ എന്തെല്ലാം കഥകളും എന്തെല്ലാം സംഭവങ്ങളുമാണ് വെട്ടിയരിഞ്ഞ് തള്ളിയത്. ആ സമയത്തൊക്കെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൽ കുറേ പേരും താഴെ കടുത്ത മത്സരത്തിലാണ്. അവർ വീടുകളിൽ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ഈ വാർത്തയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഷാദ് റാവുത്തറിനൊക്കെ എന്തൊരു വാശിയോടെയാണ്, എന്തെല്ലാം കഥകളാണ്. സത്യം പോട്ടെ, സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് ദൂരദർശൻ്റെ വാർത്തയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തു, അറസ്റ്റ് ചെയ്തില്ല, അയാൾ ഒളിവിലാണ്. ഇതങ്ങനെയാണോ? എല്ലാ മണിക്കൂറിലും പാലക്കാടുണ്ട്, പത്തനംതിട്ടയുണ്ട് എന്ന് വേണ്ട, എല്ലാ മണിക്കൂറിലും വാർത്തകൾ ചെയ്തു കൊടുത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളെ ആരൊക്കെയോ വിലക്കെടുത്തെന്ന് തോന്നും വിധമാണ് നിങ്ങൾ ആ ദിവസങ്ങളിൽ ഈ മീഡിയ ഹാൻഡിൽ ചെയ്തത്. നിങ്ങളൊരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. കാരണം നിങ്ങൾക്ക് ജനങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല എന്ന ഒരു വിധിയെഴുത്തു കൂടിയാണ് ഇത്തവണ ഉണ്ടായത്. കാരണം നിങ്ങൾ ഏത് വിഷയമാണോ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചത് ആ വിഷയമല്ല ജനങ്ങൾ എടുത്തത്. നമ്മൾ സാധാരണ പറയുമല്ലോ, നോക്കുന്നതെല്ലാം കാണുന്നില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർ ഉള്ളിലേക്കെടുത്തല്ല കേട്ടിട്ടുണ്ടായത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിനി പഴയ വീഡിയോകളെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കിട്ടുന്നത് മുഴുവൻ എന്തെല്ലാം തരത്തിൽ അതെല്ലാം വാർത്തകളാക്കാമോ. സന്ധ്യയ്ക്ക് കോഫി വിത്ത് അരുൺ, കടി വിത്ത് ആൻഡോ അഗസ്റ്റിൻ,
കുടി വിത്ത് സ്മൃതി പരത്തിക്കാട്, കേക്ക് വിത്ത് സുജയ, ഐസ്ക്രീം വിത്ത് നിഷാദ് റാവുത്തർ, എല്ലാവരുടെയും ടോപ്പിക്ക് ഇത് മാത്രമായിരുന്നു. ഇത് മാത്രം. പക്ഷേ ഇതായിരുന്നില്ല ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് മാത്രമല്ല, നിങ്ങൾ എത്രമേൽ ശക്തിയോട് ഇത് തള്ളിക്കയറ്റിയോ അതിനേക്കാൾ ശക്തിയോടെ ജനങ്ങളത് ഛർദ്ദിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.